അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡിൽ KFC നിക്ഷേപം നടത്തിയതിൽ നിയമ പോരാട്ടം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KFCയിലെ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾ വലിയ കമ്മീഷൻ വാങ്ങിയാണ് നിക്ഷേപം നടത്തിയത്. എനിക്ക് ആയുധം തന്നത് തോമസ് ഐസക്കും KN ബാലഗോപാലുമാണെന്നും VD സതീശൻ പറഞ്ഞു. ഇനി മറുപടി പറയട്ടെ. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് എന്ന് ഗവൺമെൻറ് പറയട്ടെ. അല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും കേരളത്തിന് ഈ 100 കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചതിന് അതിലെ ആളുകളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും. ഇവർ ആയുധമാക്കിയ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പം എൻ്റെ ആയുധം. എനിക്ക് ആയുധം തന്ന ഐസക്കും ബാലഗോപാലും കൂടിയാണ് എനിക്കിപ്പോൾ ആയുധം തന്നിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിൻബലത്തോടു കൂടി അവിടെ ചില പാർട്ടി ബന്ധുക്കളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടി ബന്ധുക്കൾ അടിവരയിട്ട് വെച്ചോ, പാർട്ടി ബന്ധുക്കൾ. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇന്നലെ ഈ ആക്ഷേപം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ തോമസ് ഐസക്കും KN ബാലഗോപാലും ഒക്കെ പ്രതിരോധമായി ഇറങ്ങിയതാണ്. നിയമപോരാട്ടം നടത്തുന്നു, 52% പണമെങ്കിലും തിരികെ ലഭിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതൊക്കെ സർക്കാർ വാദിക്കുമ്പോൾ പോലും ഈ ഒരു തീരുമാനം, റിലയൻസിൽ നിക്ഷേപിക്കാനുള്ള ആ തീരുമാനമെടുത്തത് അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കളികൾ ഉണ്ടായി എന്നാണോ ഈ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്? ഗോകുൽ, മറ്റൊരു നിയമ പോരാട്ടത്തിനു കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വ്യക്തമാക്കിയത്. കാരണം KFCക്കുണ്ടായ നഷ്ടം അത് സംസ്ഥാന സർക്കാരിന്റെ പൊതു പണത്തിന്റെ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. അതിൽ പാർട്ടി ബന്ധുക്കൾക്ക് കമ്മീഷൻ ലഭിക്കാൻ വേണ്ടി വലിയ സാമ്പത്തിക ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. KFCയുടെ ആസ്ഥാനത്ത് ചില പാർട്ടി ബന്ധുക്കളുണ്ട്, അത് പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾ തന്നെയാണ് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഏതായാലും ഈ പണം അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയും പിന്നീട് ലഭിക്കാതിരിക്കുകയും ചെയ്ത ഈ പണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മറുപടി പറയട്ടെ എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. ഏതായാലും 7 കോടി രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ഇനിയും പകുതി പണം ലഭിക്കുമെന്ന് മുൻ ധനകാര്യമന്ത്രി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. നിലവിലെ ധനമന്ത്രിയും ഇക്കാര്യത്തിൽ പറയുന്നത് ചട്ടവിരുദ്ധമാണ്. അതായത് KFCയുടെ ഡയറക്ടർ ബോർഡ് ചേരുന്നതിന് മുൻപ് തന്നെ ഈ പണം അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിക്കുകയും പിന്നീട് അത് മറച്ചു വെക്കുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ വരും. ആർക്കൊക്കെ ഇതിന്റെ പങ്ക് പറ്റി എന്നുള്ള തെളിവുകൾ പുറത്തുവിടും. ഏതായാലും നിയമ പോരാട്ടത്തിന് വേണ്ടി തന്നെ തയ്യാറെടുക്കുകയാണെന്നുള്ളതാണ് VD സതീശൻ ഇന്ന് വ്യക്തമാക്കിയത്. ശരി, KFCയുടെ 101 കോടി നഷ്ടമുണ്ടാക്കിയ ആ നിക്ഷേപം, അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണം തന്നെ ഉന്നയിക്കുകയാണ്. അതിൽ നിയമപോരാട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് പറയുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.